ദേ ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ പള്ളുരുത്തി മാർക്കറ്റിലാണ്. നല്ല മീനല്ലെങ്കിലേ എങ്ങനെയൊക്കെ തലകുത്തി വെച്ചാലും കറിക്ക് ഒരു രുചിയും ഉണ്ടാവുകയില്ല. ഞങ്ങൾ മേടിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പള്ളുരുത്തി മാർക്കറ്റിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാവേ. ഇവിടുത്തെ പ്രത്യേകത കടൽ മീനും കായൽ മീനും കിട്ടും. നല്ല പച്ചമീൻ നോക്കി എടുക്കണമെന്ന് മാത്രം. മീൻ മാത്രമല്ല, ഫ്രഷ് പച്ചക്കറികളും നാടൻ മുട്ടകൾ, കപ്പ, ചക്ക എന്ത് വേണേലും കിട്ടും. 9:30 മുതൽ ഇവിടെ കച്ചവടം തുടങ്ങും. ഉച്ച വരെ ഉള്ളൂ. കൊച്ചിക്കാർ സാധാരണ അന്നുള്ള മീൻ വാങ്ങി കറിവെച്ച് കഴിക്കുന്നവരാണ്. ഫ്രിഡ്ജിൽ വെച്ചുള്ള മീൻ കഴിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ എപ്പോഴും പച്ചമീൻ കിട്ടും. ഞാൻ ആദ്യം തന്നെ വെച്ച് പിടിക്കുന്നത് നമ്മുടെ ചെമ്മീൻകാരൻ്റെ അടുത്തോട്ടാണ്. അവിടെ നല്ല പച്ച ചെമ്മീനുണ്ട്, നാരൻ ചെമ്മീനും എല്ലാ ചെമ്മീനും കിട്ടും. പച്ചയുണ്ട്, ഉണക്കയുണ്ട്, കക്കയുണ്ട്. നല്ല ഇത് കണ്ട അവരിപ്പം കൊണ്ടുവന്നത് ചൊരിഞ്ഞിടുന്നതേ ഉള്ളൂ. ഉണക്കച്ചെമ്മീൻ ഇന്ന് ഞാൻ നോക്കിയിട്ട് അല്പം ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഇന്നത് മേടിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് എപ്പോഴും ഉണക്കച്ചെമ്മീൻ മേടിക്കാറുള്ളത്. ഇനി നമുക്ക് മീനിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ഇന്നിവിടെ കാണുന്നത് കൂടുതലും കരിമീനുണ്ട്, നല്ല കടക്കറൂപ്പുണ്ട്, കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, കൊഴുവ, പള്ളത്തി, പിന്നെ എല്ലാ സാധനവും ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് വലിയ മീൻ കിട്ടുന്ന സെക്ഷനുണ്ട് കേട്ടോ. പക്ഷേ വലിയ മീൻ ഞങ്ങളുടെ വീട്ടിൽ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാനത് മേടിക്കുന്നില്ല. ഈ കാണുന്നത് പിരാന എന്ന് പറഞ്ഞൊരു മീനാണ്. ഇവരുടെ കയ്യിൽ നല്ല വലിയ പിലോപ്പിയുണ്ട്. ഇവർ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. വലിയ മീനും ഉണ്ട് കേട്ടോ. തലയൊക്കെ വെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട ഇവരുടെ മീൻ മുട്ടയും കിട്ടും. ഞാൻ ഇന്ന് ഇവരുടെ മീൻ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് കായൽ മീൻ മാത്രം കൊണ്ടുവരുന്നൊരു ചേച്ചിയുണ്ടേ. അവരുടെ കയ്യിലാണ്. എപ്പോൾ ചെന്നാലും നല്ല പച്ച മീൻ കിട്ടും. ഐസിടാത്ത മീൻ കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഞാൻ ഇന്നിവിടെ നിന്ന് ഇപ്പോൾ ഈ കരിമീൻ മേടിക്കുന്നുണ്ട്. കണ്ട നല്ല ജീവനുള്ള കരിമീനാണ്. തൊട്ടപ്പുറത്ത് തന്നെ നല്ല പിടയ്ക്കണ പിലോപ്പിയുണ്ട്. കണ്ടോ, ഇതൊക്കെ നല്ല ചാലിലെ മീനാണ്, അല്ലാണ്ട് വളർത്ത് മീനല്ല ഇതൊന്നും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. പൊതുവേ ഇന്ന് ഇവിടെ ഇച്ചിരി ആൾ കുറവാണേ. അല്ലെങ്കിൽ ഈ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. നല്ല പിടയ്ക്കണ കരിമീൻ, അപ്പുറത്ത് തന്നെ നല്ല ജീവനുള്ള പിലോപ്പി. ഇത് നോക്കി ഞങ്ങൾ മാത്രമല്ല, ഒരാളും കൂടി ഇവിടെ നോക്കിയിരിക്കുന്ന കണ്ടാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള മീനെല്ലാം മേടിച്ചിട്ട് നോക്കുമ്പോഴേ ഒരു 2 കടക്കറൂപ്പ് എന്ന് പറയും മീൻ കിടക്കുന്നത്. ഈ മീൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. പക്ഷെ ഇത് ചെറുതായിപ്പോയി. വലുതായിരുന്നെങ്കിൽ ഞാൻ ഇതേ മേടിക്കുള്ളായിരുന്നു. ഇനി നമ്മൾ ചെല്ലുന്നത് പല പല വെറൈറ്റി ടൈപ്പ് മീൻ വിൽക്കുന്ന ഒരു സ്ഥലത്താണ്. ഇവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മീൻ കൊണ്ടുവരുന്നത്. ഇന്നിവിടെ നല്ല കടൽ ഞണ്ടുണ്ട്, കാര ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, അല്ലാത്ത ചെമ്മീനും ഉണ്ട് കേട്ടോ. അങ്ങനെ പല പല വെറൈറ്റി ടൈപ്പ് മീൻ കിട്ടും. പിന്നെ കൂടുതലും മീനുകളും ഉണ്ട്. അതൊക്കെ തീർന്നെന്ന് തോന്നണം, സമയം ഇത്രയുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിപ്പം മേടിക്കുന്നത് ഈ ഞണ്ടാണേ. ഞാൻ നിങ്ങളെ ഒന്ന് ഇതിൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തതാണ്. കണ്ടോ, നല്ല വലിയ ഞണ്ടാണ് കേട്ടോ. തിരിച്ച് ഞാൻ ആ വളർത്തുമീൻകാരുടെ അടുത്ത് തന്നെ വന്നിട്ട് അവരുടെ നിന്ന് ഞാൻ മീൻ മുട്ട മേടിക്കുകയാണേ. പോരാറായപ്പോൾ നല്ല മാന്തൽ കിടക്കുന്നുണ്ട്, കിളിമീനുണ്ട്, ചാളയുണ്ട്. എൻ്റെ പേരക്കിടാവിന് ഭയങ്കര ഇഷ്ടമാണ് മാന്തൽ. അതും കുറച്ച് ഞാൻ മേടിച്ചു. പിന്നെ ഞാൻ നേരെ വന്നത് ഒരു ചീരക്കാരത്തി ഇരിപ്പുണ്ട്. ചീര വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പച്ച ചീരയാണ് കേട്ടോ. പക്ഷേ അവരുടെ നല്ല നാടൻ താറാമുട്ടയും കോഴിമുട്ടയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് താറാമുട്ടയും കുറച്ച് കോഴിമുട്ടയും കൂടെ മേടിക്കുകയാണ്. ഇന്ന് പൊതുവേ ആളൊക്കെ ഇന്ന് കുറവാണ്. അല്ലെങ്കിൽ ഈ മാർക്കറ്റിനകത്തോട്ട് കയറാൻ പോലും സ്ഥലം കിട്ടില്ല, അത്രയും തിരക്കായിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് വന്നത് പച്ചക്കറി വിൽക്കുന്നൊരു ചേട്ടനുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കുന്നത് കേട്ടോ. വേറെ ഒത്തിരി പച്ചക്കറി കടയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് തന്നെ. ഞങ്ങൾ പക്ഷേ ഇവിടെ നിന്നാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറേ പച്ചക്കറികളൊക്കെ ഞങ്ങളെല്ലാം മേടിച്ചെടുക്കുകയാണേ. ഒരു ടൈപ്പ് വെള്ളരിക്ക കണ്ടപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ അതേക്കുറിച്ച് വിശദീകരിച്ച് തരിക. ചേർത്തലേന്ന് വരുന്ന പാടത്ത് കൃഷി ചെയ്യുന്ന വെള്ളരിക്കയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ആയിട്ട് വീട്ടിൽ പോവുകയാണ്. കുറേ പണിയുണ്ട് കേട്ടോ, ഇതെല്ലാം വെച്ച് വരണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരാം കേട്ടോ. ഞാൻ ഇനി വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കട്ടെ.